ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ അടിമുടി തിരുത്തലിന് CPM തെറ്റുതിരുത്തൽ നടപടികൾക്ക് മാർഗരേഖ തയ്യാറാക്കാനും ആലോചനയുണ്ട്. പാർട്ടി വോട്ടുകളുടെ ചോർച്ചയുടെ കാരണം തേടുകയാണ്. വലിയ രീതിയിൽ വോട്ട് ചോർന്നയിടങ്ങളിൽ അന്വേഷണ കമ്മീഷനും വന്നേക്കും. CPM നേതൃയോഗങ്ങൾ തിരുവനന്തപുരത്ത് തുടരുന്നു. വിവരങ്ങളുമായി KK പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ആദ്യ ദിവസം തന്നെ സഗൗരവമായ ചർച്ചകൾ തന്നെയാണല്ലോ യോഗത്തിൽ നടന്നത്. എന്തൊക്കെ കാരണങ്ങളാണ് വിലയിരുത്തിയത്? ഏത് രീതിയിൽ തിരുത്തൽ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ആലോചനയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്? സ്വപ്ന, 5 ദിവസത്തെ CPM നേതൃയോഗത്തിന്റെ 2ാം ദിവസമാണ് ഇന്നുകൂടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തുടങ്ങും. അതിനുശേഷം നാളെ മുതൽ 3 ദിവസത്തേക്ക് സംസ്ഥാന സമിതി യോഗമാണ് ചേരുക. സംസ്ഥാന സമിതി യോഗത്തിലും ഈ സെക്രട്ടേറിയറ്റും പ്രധാനമായും ചർച്ച ചെയ്തത് എന്തുകൊണ്ട് തോറ്റു എന്നത് തന്നെയാണ്. വലിയ രീതിയിൽ, അതായത് സമൂഹത്തിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താവുന്ന നേതാക്കളെയാണ് പ്രധാനമായും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഇറക്കിയത്. എല്ലാവർക്കും അംഗീകാരമുള്ള നേതാക്കളാണ്. പക്ഷെ എന്നിട്ട് പോലും ഒരു തരത്തിലും വിജയിച്ചു കയറാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. ഇത് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലായിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും മുന്നോട്ട് പോകുന്നത്. CPI നേതൃത്വത്തിൽ അടക്കം ഉണ്ടാകുന്ന വിമർശനങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും ശക്തമായ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലം കൂടി ഈ യോഗത്തിലാകെ തന്നെ ചർച്ചയാവുന്നുണ്ട്. ഏതായാലും വലിയ തോൽവി ഉണ്ടായിട്ടുള്ളത് പ്രധാനപ്പെട്ട കണ്ണൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ സംസ്ഥാനത്ത് CPM-ന് വലിയ സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ പോലും ശക്തമായ രീതിയിലുള്ള തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. ആ മേഖലകളിൽ എങ്ങനെ വോട്ട് ചോർന്നു എന്നുള്ളതാണ് പ്രധാനമായി പരിശോധിക്കുന്നത്. ഈ മേഖലയിൽ, അതായത് വൻതോതിൽ വോട്ട് ചോർന്നുള്ള സ്ഥലങ്ങളിൽ അന്വേഷണ കമ്മീഷനെ നിയമിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ തിരുത്തൽ നടപടികൾക്കായി ഒരു മാർഗരേഖ അടക്കം ഇറക്കാനും CPM ആലോചിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് ചേർന്ന സെക്രട്ടേറിയറ്റും ഒപ്പം തന്നെ സംസ്ഥാന സമിതിയാണ് നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നത്. സംസ്ഥാന സമിതി യോഗം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം തോമസ് ഐസക് അടക്കമുള്ള നേതാക്കൾ പരസ്യമായി തന്നെ സർക്കാരിന്റെ നിലപാടിനെതിരെയും ഒപ്പം തന്നെ ചില നേതാക്കളുടെ നിലപാടിനെതിരെയും രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പാർട്ടിക്ക് വേണ്ടിയല്ല, ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന് തോമസ് ഐസക് പറയുന്ന ഒരു സാഹചര്യം. സ്വാഭാവികമായും അത്തരം വിമർശനങ്ങൾ കൂടി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുമെന്നുള്ളതാണ് നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും യോഗത്തിൽ പങ്കെടുക്കുന്നത്. S. രാമേന്ദ്രപിള്ളയുമുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പങ്കെടുത്തുകൊണ്ടാണ് യോഗം ചേരുന്നത്. ഏതായാലും ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ഇടപെടൽ ഈ ആദ്യഘട്ടത്തിൽ ഉണ്ടാവില്ല. വിലയിരുത്തലിന് ശേഷമായിരിക്കും ഏതായാലും കേന്ദ്ര കമ്മിറ്റിയും പോൾ ബ്യൂറോ യോഗവും വീണ്ടും ചേരും. അതിനുശേഷമായിരിക്കും നടപടി. ഏതായാലും ഈ ഘട്ടത്തിൽ കേന്ദ്ര കമ്മിറ്റി നേതൃത്വത്തിന് കുറച്ചുകൂടി ബലമുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിന് മുൻപുള്ള സമയങ്ങളെല്ലാം തന്നെ കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടുകയൊക്കെ ചെയ്തിരുന്ന പശ്ചാത്തലം ഉണ്ടായിരുന്നു. പക്ഷേ 2019 ഇപ്പോഴും സമാനമായ രീതിയിൽ വലിയ തിരിച്ചടി ആവർത്തിക്കുന്നത്. അതുകൊണ്ട് നേതൃത്വത്തിന്റെ ഭാഗത്തടക്കം വീഴ്ച ഉണ്ടാകുന്നു എന്ന വിലയിരുത്തലാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ടാകുന്നത്. അത്തരം നിർദ്ദേശങ്ങളെല്ലാം കൂടി സംസ്ഥാന നേതൃത്വം മുന്നിലേക്ക് ദേശീയ നേതൃത്വം വെക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. സ്വപ്ന, CPM നേതൃയോഗങ്ങൾ തിരുവനന്തപുരത്ത് തുടരുകയാണ്. ഇന്ന് 2ാം ദിവസം KK പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.